എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ കഴിഞ്ഞ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അതോ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന SNM-IMT മാലിങ്കരയിൽ അഡ്മിഷൻ നേടും. SNM-IMTയുടെ പ്രത്യേകതകൾ: എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന 2 കോഴ്സുകൾ, ഉയർന്ന അക്കാഡമിക് നിലവാരം, പരിചയസമ്പന്നരായ മികച്ച അധ്യാപകർ, ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ, പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ, സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ, കായിക താരങ്ങളെ നാഷണൽ തലം വരെ എത്തിച്ച കായിക പരിശീലകർ, മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ NSS യൂണിറ്റുകൾ, വിദ്യാഭ്യാസ രംഗത്ത് 100 വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ്, കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു. വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു. വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ. SNM-IMT എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ്, മാലിങ്കര. ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷത്തോടനുബന്ധിച്ച് കുടുംബസംഗമം നടന്നു. ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷത്തോടനുബന്ധിച്ച് നടന്ന കുടുംബസംഗമം മാധ്യമപ്രവർത്തകനും അടിയന്തരാവസ്ഥ പോരാളിയുമായ രാജശേഖര പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തിന്റെ സവിശേഷതയാർന്ന ഭൂമിയാണ് മട്ടാഞ്ചേരി എന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാഗതസംഘം ചെയർമാൻ ജിതേന്ദ്ര ജെയിൻ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി മുഖ്യ പ്രഭാഷണം നടത്തി. ജീവിത പ്രതിസന്ധിയിൽ അതിജീവനത്തിന് ഊർജ്ജം പകരുന്ന ദർശനമാണ് ഭഗവത്ഗീത. നീയാരാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ധർമ്മകർമ്മ മുഖനാകണമെന്ന് ഗീത സന്ദേശം നൽകുന്നു. ആണവ ശാസ്ത്രജ്ഞർ മുതൽ അഹിംസാവാദിയായ ഗാന്ധിജിയെ വരെ ഭഗവത്ഗീത സ്വാധീനിച്ചിട്ടുണ്ടെന്നും തില്ലങ്കേരി പറഞ്ഞു. ഈ കൊച്ചി എക്കാലത്തും ഇവിടെ വന്ന എല്ലാ ആളുകളോടും കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഗൗഡസാരസ്വതം വന്നു. എത്രയോ സമ്പന്നമായ സംസ്കാരവുമായിട്ടാണ് അവർ വന്നത്. ജൈനന്മാർ വന്നു, ഗുജറാത്തികൾ വന്നു, മറാത്തികൾ വന്നു. അവർക്കെല്ലാം ഈ നാട് അഭയം കൊടുത്തു എന്നുള്ളത് നമ്മൾ അഭിമാനത്തോടുകൂടി ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇത്ര മഹത്തരമായ ഒരു പൈതൃകമാണ് നമുക്ക് ഈ മണ്ണിനുള്ളത്. അവരെല്ലാവരും അവരവരുടേതായ ദേവതകളെയും ദേവന്മാരെയും കൊണ്ടുവന്നു. അവിടെ വെങ്കടാചലപതിയുടെ ക്ഷേത്രം, ജൈനക്ഷേത്രം, യൂതാന്മാരുടെ സിനഗോഗ്. നഗരസഭാംഗങ്ങളായ ഡോക്ടർ പ്രിയ പ്രശാന്ത്, രഘുറാം ചേപ്പൈ, RSS നഗർ സംഘചാലക് നാരായണറാവു, ബാലഗോകുലം നഗർ അധ്യക്ഷൻ വെങ്കടേഷ് ഗോപിനാഥ്, ഡോക്ടർ ഗണേഷ് ചന്ദ്രപ്രഭു, രാജീവ് PS എന്നിവർ സംസാരിച്ചു. ചില മനോഹരമായ ഓർമ്മകളായി കണ്ണൻ നമ്മളെല്ലാവരുടെയും കൂടെയുണ്ട് എന്നാണ്. ഒരുപക്ഷെ നമുക്ക് 33 കോടി ദൈവങ്ങളുണ്ട് എന്നതും നമ്മൾ ആയിരക്കണക്കിന് ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട് എന്നതും എല്ലാം സത്യമാണെങ്കിലും നമ്മുടെ സ്വന്തം എന്ന് നമുക്ക് പറയാവുന്ന, നമ്മുടെ വീട്ടിലൊരാളെന്ന് പറയാവുന്ന നമ്മുടെ ഒരു ദൈവസങ്കല്പമായി, നമ്മുടെ പ്രിയപ്പെട്ട ഈശ്വര സങ്കല്പമായി, നമുക്ക് ഇഷ്ടപ്പെട്ട ഈശ്വര സങ്കല്പമായി കണ്ണൻ, കൃഷ്ണൻ നമ്മുടെ എല്ലാവരുടെയും. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.